ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ശൗചാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ പഴയ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം സമീപത്തെടുത്ത തുറന്ന കുഴിയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശൗചാലയ മാലിന്യം തുറസായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്ന ഇരിട്ടി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിൻവശത്താണ് തുറന്ന കുഴിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയിലേക്ക് മലിനജലം എത്താൻ സാധ്യതയുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ ഇത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും BJP നേതാവ് സത്യൻ കൊമ്മേരി പറഞ്ഞു. ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പൂർണ്ണമായിട്ടും ദുർഗന്ധമുള്ള മാലിന്യം, ആ മാലിന്യം അങ്ങനെ തന്നെ കോറി ഈ കുഴിയിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് മുഴുവനായിട്ടും മഴ സമയത്ത് മുഴുവനായിട്ടും പഴശ്ശി പദ്ധതിയിലേക്കാണ് ഒഴുകി പോകാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു തരത്തിൽ നഗരസഭ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. ഇതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് BJPയുടെ കൗൺസിലർമാരാണ് ഉൾപ്പെടെ സമരരംഗത്തേക്ക് വരികയാണ്. പല പ്രാവശ്യം ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, അപ്പൊ തന്നെ കരാറുകാരന്റെ ഭാഗത്തുനിന്നും. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനും ഒപ്പം ഈ പറയുന്ന ഭരണസമിതിക്കും ഒപ്പം ഈ പണിയെടുത്ത കരാറുകാരനും 3 പേർക്കും ഇതിനകത്ത് തുല്യ ഉത്തരവാദിത്തമാണ്. ഇത് ഈ ജനങ്ങളോട് കാണിക്കുന്ന ഈ അനീതി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് BJPക്ക് പറയാനുള്ളത്. അതേസമയം നിലവിലുള്ള ശൗചാലയത്തിലെ പഴയ ടാങ്ക് നഗരസഭയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉപയോഗിച്ച് ശുചീകരിക്കുമെന്നും പുതിയ സെപ്റ്റിക് ടാങ്കാണ് നിർമ്മിച്ചതെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായ കുഴി കോൺക്രീറ്റ് ചെയ്ത് മൂടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.